സത്യേട്ടാ, കാര്യങ്ങളൊക്കെ ഞാൻ ലതയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ അവൾ എല്ലാ ദിവസവും വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെയുള്ള സത്യന്റെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കിക്കോളും. പിന്നെ ഞാനിവിടെ ഇല്ലെന്ന് കരുതി അവളുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുത്. നാളെ മുതൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങുകയല്ലേ. രാവിലെ 7 മണിക്ക് ഇറങ്ങിയാ വരുമ്പോ രാത്രിയാവും. അത് കൊള്ളാം. പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഈ പഞ്ചായത്തിലെ ചാർജ് എനിക്കാ. വീട് കയറ്റം, പൊതുസമ്മേളനം, കുടുംബയോഗം, ഇതിനെല്ലാം ഞാൻ കൂടെ പോണ്ടേ? ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ലാതെ ഈ സംസ്ഥാനത്തുള്ള വലിയ നേതാക്കന്മാരെല്ലാം വരും. അതുകൂടാതെ സ്ഥാനാർത്ഥിയുടെ കൂടെ എല്ലാ പ്രോഗ്രാമുകളിലും ഞാൻ തന്നെ വേണം. സത്യേട്ടൻ നോക്കിക്കോ, ഈ ഇലക്ഷൻ കഴിയുന്നോടെ ഞാൻ സ്റ്റാർ ആവും. അത് കൊള്ളാം. ഇപ്പൊ ഇലക്ഷൻ കഴിക്കുന്ന സ്ഥാനാർത്ഥി സ്റ്റാർ ആവും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ കൂടെ ഓട്ടോ പിടിക്കാൻ നടക്കണം, നീ എന്ത് സ്റ്റാർ ആവാനാണ്? അതൊക്കെ കണ്ടോ, സ്കൂളിലെ രമേശ് സാറാണ് എന്റെ കൂടെ ഉള്ളത്. സാർ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടാവും. ഞാനും സാറും കൂടെ കൂടി ഗംഭീര ടീമാണെന്ന് ആളുകളൊക്കെ പറയുന്നത്. അത് സത്യമാ. പഞ്ചായത്ത് ഇലക്ഷനിൽ എനിക്ക് കിട്ടിയ വോട്ടിന്റെ ഭൂരിഭാഗവും പിടിച്ചെന്നത് ഈ രമേശ് സാറല്ലേ. ആർച്ചേ, നീ ഇലക്ഷൻ പ്രചരണത്തിനും പോകണ്ട, ഒന്നിനും പോകണ്ട, മര്യാദയ്ക്ക് ഇവിടെ വീട്ടിൽ ഇരുന്നാൽ മതി. അതെന്താ? ആർച്ചേ, ഈ രമേശൻ എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ ഊര് തണ്ടി നടക്കാനാണ് നിന്റെ പരിപാടിക്ക്. അതൊന്നും ഇവിടെ നടക്കൂല. എന്ന് പറഞ്ഞാ എങ്ങനെയാ? സാർ പാർട്ടിക്കാരനല്ലേ? അവൻ പാർട്ടിക്കാരനല്ല, അവൻ ഭൂലോക ഫ്രോഡാണ്. പെണ്ണുങ്ങളെയൊക്കെ കൈയും കണ്ണും കാണിച്ചിട്ട് അവരെ മയക്കി എടുത്തിട്ട് അവന്റെ കൂടെയൊക്കെ നടന്നാണല്ലേ ചീത്തപ്പേരിന് ഇനി വേറൊരു കുറവും ഉണ്ടാവില്ല. ആ, നീ ഒന്നിനും പോണ്ട. സത്യേട്ടാ, സത്യന്റെ രമേശ് സാറിന് ഇഷ്ടമല്ലെന്ന് കരുതി വൃത്തിയായിട്ട് പറയരുത്. എന്റെ അറിവില് രമേശ് സാർ പരമമാന്യനാ. ആർച്ചേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ പ്രചരണത്തിന് പോകില്ല, പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതിനെനിക്ക് സത്യന്റെ സമ്മതം വേണ്ടല്ലോ, ഞാൻ പോവും. ആർച്ചേ, അത് ഞാൻ ഇത്രയും വാശി പിടിക്കണ എന്താന്ന് ഇനി ഞാൻ പറയട്ടെ. ഇപ്പൊ പുറത്ത് എന്ത് ചൂടാന്ന് നിനക്കറിയാം ആർച്ചേ? ഈ വെയിലത്ത് പുറത്തിറങ്ങി നടന്നുള്ള അവസ്ഥ എന്താണ്? രാവിലെ മുതൽ വൈകിട്ട് വരെ നീ വോട്ട് പിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഈ കറുത്ത് കരുവാളിച്ചു പോകും, നിന്റെ സൗന്ദര്യം പോവില്ലേ? ഇപ്പൊ കാണാൻ നിന്നെ എന്ത് സുന്ദരിയാണെന്ന് അറിയാമോ? സത്യം ആണല്ലേ? ഒരുപാട് സൂചിപ്പിക്കല്ലേ. വെയിൽ കൊള്ളാതെ ഒരു കാര്യവും നടക്കില്ല. ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പോവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉപദേശിക്കാൻ വന്നേ. ചേച്ചി, അവിടെ എന്താ ഒരു ബഹളം? മറ്റ് ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പോവാൻ പാടില്ലാന്ന്. എന്തു പറ്റി? അയ്യോ, സത്യന്റെ എന്തെങ്കിലും പറയണമെങ്കിൽ കാരണമൊന്നും വേണ്ട. ഞാൻ പോവാൻ പാടില്ല, അത്ര തന്നെ. എന്നിട്ട് ചേച്ചി എന്തോ പറഞ്ഞു? ഞാൻ പോവും. സത്യന്റെ ഇഷ്ടമല്ലെന്ന് കരുതി എനിക്ക് എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? സംഭവം അതൊന്നുമല്ല. 2 കാരണങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ കാരണം, ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ എന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആണുങ്ങളാ. ഈ നാട് മുഴുവൻ ഞാൻ അത്രയും ആണുങ്ങളുടെ കൂടെ നടക്കുന്നത് സത്യന് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാരണം, വലിയ നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥിയുടെയൊക്കെ കൂടെ ഞാൻ നടക്കുമ്പോൾ ഞാനും വലിയ ആളാവില്ലേ, അത് പോലീസുകാരന് പിടിക്കില്ല, അത്ര. പക്ഷെ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറയുന്ന ന്യായം എന്താ? വെയിൽ കൊണ്ടാ കറുത്തു പോകും, അസുഖം വരും. വെയിലാണെന്ന് പറഞ്ഞോണ്ട് ഇലക്ഷൻ മാറ്റി വെക്കാൻ പറ്റുമോ? അതെ, ഇലക്ഷൻ മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ പ്രചരണത്തിന് പോണ്ടെന്നല്ലേ പറഞ്ഞോളൂ. സത്യന്റെ പണി നോക്ക്. ആർച്ചേ, ആ സിദ്ധാർത്ഥൻ സാർ എങ്ങാനും ഇലക്ഷന് ജയിച്ചാല് അയാൾ കാണിക്കുന്ന കൊള്ളരായികെല്ലാം നീയും പേരുദോഷം കേൾക്കേണ്ടി വരുവേ. ഈ എങ്ങാനും തോറ്റാലോ ആളുകളെല്ലാം കൂടെ ഈ വീട്ടിന്റെ മുമ്പ് ഒന്ന് കൂവി പടക്കം പൊട്ടിക്കും. ആ, രാഷ്ട്രീയത്തിൽ അതൊക്കെ പതിവുള്ളതാ. അതൊന്നും ഇവിടെ പറ്റില്ല. ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്റെ വീടിന് മുമ്പിൽ അതൊന്നും ഞാൻ സമ്മതിക്കൂല. ആർച്ചേ, നിനക്ക് എന്താ പ്രശ്നം? ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങണം, അതല്ലേ വേണ്ടൂ. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ നീ പോയി വോട്ട് ചോദിച്ചോ. അതാകുമ്പോ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതുമായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ആ, ശരി. അപ്പൊ ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ പോയി വോട്ട് ചോദിക്കാം. ചോദിച്ചോ, പക്ഷെ ഒറ്റയ്ക്ക് പോയാൽ മതി, ആളെ കൂട്ടിയൊന്നും പോണ്ട. ഉദ്ഘാടനമായിട്ട് എന്നാ ആ ഡോക്ടറെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വോട്ട് ചോദിക്കാം. അതൊന്നും വേണ്ട. ആ ഡോക്ടർക്ക് ഇവിടെ അല്ലല്ലോ വോട്ട്, അയാൾക്ക് അയാളുടെ നാട്ടിലല്ലേ. അതിനിപ്പോ നീ പോയി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ നാട്ടിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാം. എന്റെ ആർച്ചേ, അവിടെയൊക്കെ അതിന് പാർട്ടിക്കാരുണ്ട്, അവര് ചോദിച്ചോളൂ. അതിനെന്താ ഞാൻ കൂടെ ചോദിച്ചാല്? ആർച്ചേ, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? ആ ഡോക്ടറെ അടുത്ത് പോയി കൊഞ്ചിക്കൊഴയണം. അതിന് ഇലക്ഷൻ ഒരു കാരണം അല്ലേ? ഇതൊന്നും ഇവിടെ നടക്കൂല, ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഇവിടെ നടക്ക് സത്യേട്ടാ. നാളെ മുതൽ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിരിക്കും.